മലയാള സിനിമയിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല മൊഴികളും തന്നെ ഞെട്ടിച്ചു എന്നാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്ത്രീകൾ വലിയ തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. നടികൾ മൊഴികളെല്ലാം നൽകിയത് ഭയത്തോടെയാണ്. അവസരങ്ങൾ കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ചൂഷണം ചെയ്യുന്നതിൽ മലയാള സിനിമയിലെ പ്രധാന നടന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും വലിയൊരു ഞെട്ടലുളവാക്കുന്നതാണ്. വഴങ്ങാത്ത നടിമാരെ സിനിമയിൽ നിന്നും ഒഴിവാക്കുന്ന സമ്പ്രദായം മലയാള സിനിമയിൽ നിലനിൽക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്ന ചില സംവിധായകരും നിർമ്മാതാക്കളും ഉണ്ട് എന്ന് തുടങ്ങി മലയാള സിനിമയിൽ പിന്നാമ്പുറത്ത് നടക്കുന്ന അടിമുടി സ്ത്രീവിരുദ്ധതയും സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണമടക്കമുള്ള കാര്യങ്ങളുമൊക്കെയാണ് തുറന്നു പറയുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. നിർണായകമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികളുടെ വിവരങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പറയുന്നു. 233 പേജുള്ള റിപ്പോർട്ടാണിത്. അങ്ങേയറ്റം നടുക്കുന്നതും ഞെട്ടിക്കുന്നതുമായ മൊഴികളാണ് തനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്ന് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളതാണിത്. പല നടിമാർക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. സിനിമയിൽ ഒരവസരം കിട്ടാൻ വഴങ്ങാൻ സന്നദ്ധത കാണിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സിനിമയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഈ ചൂഷണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പ്രധാന നടന്മാർ കൂടെ ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തുവരുന്നു. ചില സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ സ്ത്രീകളെ മോശമായ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നു. ലൈംഗിക ഉപദ്രവം തുറന്നു പറഞ്ഞാൽ തൊഴിൽ നഷ്ടമാവുന്ന സാഹചര്യവും സൈബർ അറ്റാക്ക്, പിന്നീട് വേട്ടയാടപ്പെടുന്ന സാഹചര്യം, സമൂഹത്തിൽ മോശക്കാരി എന്ന മുദ്രകുത്തൽ, ഇതൊക്കെ ഭയന്നാണ് പുറത്തു പറയാൻ പലരും മടിക്കുന്നത്. ഇമേജിനെ ഭയന്ന് തങ്ങൾ ഇതൊന്നും പുറത്തു പറയില്ല എന്ന വിശ്വാസത്തിലാണ് പലരും തങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഭയമാണ്. രാത്രികളിൽ സിനിമയിലെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ മുട്ടുന്നു. തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കുന്നു. വാതിൽ തകർന്ന് അകത്തേക്ക് കയറുമെന്നുപോലും ഭയപ്പെട്ട് അവസരങ്ങളുണ്ട്. ഇതിനാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്ക ആളുകളും ഷൂട്ടിങ്ങിനെത്തുന്നതെന്നും നടിമാർ വെളിപ്പെടുത്തുന്നതായ റിപ്പോർട്ടിൽ പറയുന്നു. ആർത്തവ സമയത്ത് നടിമാർ സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ്. പാട് മാറ്റുന്നതിന് പോലും സൗകര്യമില്ല. മൂത്രമൊഴിക്കാൻ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. മലയാള സിനിമാ മേഖലയിലെ പല സ്ത്രീകൾക്ക് മൂത്രാശയ അണുബാധ രോഗങ്ങൾ അടക്കമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നല്ല അവസരങ്ങൾ കിട്ടാൻ വഴങ്ങിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. വഴങ്ങിക്കൊടുക്കുന്നവർക്ക് നല്ല ഭക്ഷണവും നല്ല അവസരവും നല്ല റൂമും കിട്ടും. പലപ്പോഴും സിനിമയിൽ സ്ത്രീകൾ കച്ചവട വസ്തുക്കളാണ്. അവസരങ്ങൾ നൽകണമെങ്കിൽ വഴങ്ങിക്കൊടുക്കണമെന്നും പറയുന്നവർക്കൊപ്പം അത് നിർബന്ധിക്കുന്നവരും ഉണ്ട്. നിഷേധിച്ചാൽ സിനിമയിലെ അവസരം നിഷേധിക്കും. പരാതിപ്പെടുന്നവരെ ഒതുക്കും. ഇത്തരത്തിൽ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടിൽ ഉള്ളത്. നഗ്നത പകർത്താൻ